ഇത്തവണത്തെ നമ്മുടെ യാത്ര സൈലന്റ് വാലി കാട്ടിലേക്കാണ്. പാലക്കാട് മുക്കാലിയിൽ നിന്ന് 12 കിലോമീറ്ററോളം കാടിനുള്ളിലെ ക്യാമ്പ് സൈറ്റിലാണ് താമസം. പന്തൻതോട് എന്നാണ് കാടിനുള്ളിലെ ക്യാമ്പ് സൈറ്റിൻ്റെ പേര്. ആദ്യ ദിവസം ക്യാമ്പ് ഏരിയയിൽ നിന്ന് പിന്നെയും 10 കിലോമീറ്ററോളം പോയി വ്യൂ പോയിന്റിലേക്ക് എത്തി. സാധാരണ സന്ദർശനത്തിന് വരുന്ന ഏതൊരാൾക്കും രാവിലെ 8 മണി മുതൽ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ്. മുക്കാലി ഫോറസ്റ്റ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് സൈരന്ത്രി ഏരിയയിലുള്ള വലിയൊരു വാച്ച് ടവർ കാണുന്നതിനും സൈരന്ത്രി ട്രക്കിങ്ങും നടത്തി തിരിച്ചു പോകാം. വൈകിട്ട് 3:30 വരെ പ്രവേശനം അനുവദിക്കുന്നതാണ്. സമയക്രമത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ സൈലന്റ് വാലിക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും വാച്ച് ടവറിലേക്ക് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അടിപൊളിയാണ് വാച്ച് ടവർ. അതിന് മുകളിൽ നിന്നൊരു 360 ഡിഗ്രി വ്യൂ കിട്ടും. പക്ഷെ ഞാൻ നമ്മുടെ കൈ ചെറിയൊരു പണിയുണ്ട്. ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചറായിട്ട് ഉള്ളിൽ കമ്പിയും ഒരു 8 സ്ക്രൂ ഒക്കെ വളരെ സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക്കായിട്ട് കയറണമെന്ന് വിചാരിച്ചു. പിന്നെ ഓൾറെഡി ഞാൻ അതിന് മുകളിൽ കയറിയിട്ടുള്ളതാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു ചെറിയൊരു സൈലന്ത്രി ട്രക്ക് എന്നുണ്ട്. ഒരു 1.5 കിലോമീറ്റർ വരുന്ന ഒരു ട്രക്കുണ്ട്. അത് ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൻ ട്രക്കിംഗ് എന്ന് പറയുന്നത് നാളെയാണ്. നമ്മൾ ഓൾറെഡി പന്തൻതോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ട്രക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാം. പക്ഷേ ഇവിടെ വന്നാൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒരു ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കാണാം. ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രക്കിങ്ങും ഇന്നത്തെ ഒരു ദിവസം ഉണ്ട്. പിന്നെ വന്നിട്ട് ഇനി ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കുക, പിന്നെ ആഫ്റ്റർനൂൺ ഒരു ചെറിയൊരു വാക്ക്, പിന്നെ ഒരു ക്ലാസ്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നാളെയാണ് നമ്മുടെ മെയിൻ ട്രക്ക്. ഓക്കെ. ആഫ്റ്റർനൂൺ പരിപാടി ഇവിടെ ചെറിയൊരു നീരുറവ്, എന്തൊരു ചെറിയൊരു പുഴ പോലത്തെ സെറ്റപ്പ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോവാണ്. കുറച്ച് ആൾക്കാർ കുളിക്കും, കുറച്ച് ആൾക്കാർ അതൊക്കെ നോക്കി വയ്ക്കും. ഇങ്ങനെ ചുമ്മാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്തൊരു ഇറക്കമുണ്ട്. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇറക്കുന്നുണ്ട്, അത്യാവശ്യം ഇറക്കുന്നുണ്ട്. സൂക്ഷിച്ച് വരണം കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ദിവസം പരുവാക്കുളം ട്രക്കിംഗ് ആയിരുന്നു. അതിൽ നന്നേ ചെറിയ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയില്ല. എന്നുവെച്ചാൽ കാടിനുള്ളിൽ കുറേ ദൂരം, ഒരു 12 കിലോമീറ്ററോളം അപ്പ് ആൻഡ് ഡൗൺ നടക്കാനുണ്ട്. വളരെ ചെറിയ കുട്ടികളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. സൈലന്റ് വാലി ഒരു ഫാമിലി മീറ്റിന് ഇവിടെ കൂടിയതാണ് എല്ലാവരും. ഇന്നലെ ചെറിയ രീതിയിലുള്ളൊരു സൈലന്ത്രി ട്രക്കിങ്ങും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ട്രക്കിങ്ങും നടന്നു. ഇന്നാണ് ഒഫീഷ്യലി ഉള്ള ട്രക്കിങ് നമ്മൾ പോകുന്നത്.
ഒരു 5 കിലോമീറ്റർ വൺ സൈഡ് ട്രക്കിങ്. ഗൈഡ് പൈലറ്റ് ഉണ്ട്, അയാളെ ഓടിച്ചിട്ട് പിടിക്കാൻ നിൽക്കണ്ട, ഇൻഫർമേഷൻ തരാനുള്ള ആളാണ് അയാൾ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കേട്ടല്ലോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വായ അടച്ചു വയ്ക്കുക. നമ്മൾ സാവകാശം നടക്കുന്നു, ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് പോകുന്നു. അതേപോലെ തിരിച്ചു വരുമ്പോഴും ഒന്നിച്ചാവണം. ഇന്നത്തെ ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. ടോട്ടല് 10 കിലോമീറ്ററാണ് ട്രക്കിങ്. പരിവാക്കുളം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ട്രക്കിംഗ് പോകുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ മൊത്തം ഗ്രീൻ പ്ലാനറ്റിൻ്റെ ടീമുണ്ട്, ഗൈഡുണ്ട്, ഇൻഫർമേഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകണതിൻ്റെ ഇതായിട്ടുള്ളത് സൈലൻ്റായിട്ട് പോകണം. നല്ല തിക്ക് ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പതിയെ പതിയെ വിശേഷങ്ങൾ ബാക്കിയുള്ളത് പങ്കുവയ്ക്കാം. ടൈഗറിന്റെ പഗ് മാർക്കാണ് കേട്ടോ, ടൈഗർ പഗ് മാർക്ക്. മാന്റെ പിന്നാലെ ചേസ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളതാണത്. കുറുമ്പർ, ആ കുറുമ്പര് മുടുകർ തമിഴിൽ നിന്നും കുടിയേറിയതാണ്. നമ്മുടെ ടിപ്പുവിന് വഴികാട്ടികളായിട്ട് വന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. ഏത് മുടുകരോ? പാമ്പിനെ പിടിക്കാനും അങ്ങനെയൊക്കെ ആയിരുന്നു അവര്. കർണാടകയിൽ നിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുടിയേറിയിട്ട് ഇവിടെ വന്ന് ഇവിടെയുള്ള ആദിവാസികളുമായി കൂടി അങ്ങനെ ഇരുള വിഭാഗമായി മാറി. അവർ ശരി മുറ്റം ചാണകമൊക്കെ തളിച്ച് കോലവിടുന്ന പരിപാടിയൊക്കെ അവർ ചെയ്യും, ഇവർ ചെയ്യില്ല. ഓ, ഈ അവരുടെ വീടാണ് വളരെ നീറ്റായിട്ടിരിക്കുന്നു അല്ലേ, ഇരുളരുടെ വീട്. ഓക്കെ ഓക്കെ. നമ്മൾ ഇത്ര ദൂരം കുറച്ച് റോഡ് സൈഡിലൂടെ നടന്നത്. ഇനി കാടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. കാപ്പിയുടെ ഇതില്ല, കാപ്പി പൂത്തുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഇടയ്ക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ കടന്ന് വീണ്ടും കാട്ടിലേക്ക് കയറി. പലതരം പക്ഷികളെയും കാട്ടിലെ പല സസ്യങ്ങളെയും കുറിച്ച് പഠിച്ചും ആസ്വദിച്ചും ഞങ്ങളങ്ങനെ നടന്നു. കാട്ടിലങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ കയറ്റങ്ങളും പാറകെട്ടുകൾക്കിടയിലൂടെയും നടന്ന് കാടിൻ്റെ പലവിധ ഭാവങ്ങളും കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നടന്നു. കാട്ടിലൊരു നീർച്ചാലുണ്ടായിരുന്നു, അതിനടുത്ത് ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിച്ചു. പാറകെട്ടിനിടയിലൂടെ വരുന്ന ആ വെള്ളം ഞങ്ങളൊരു കുപ്പിയിൽ ശേഖരിച്ച് കുടിച്ചു. കാട്ടിൽ ട്രക്കിങ്ങിന് പോകുന്ന പലരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള വരുന്ന ഈ നീർച്ചാലിൽ നിന്നൊക്കെയുള്ള വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ കുടിച്ചവർക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു എനർജിയും. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് മറ്റൊരു നിർദ്ദേശം കൂടി ഞങ്ങൾക്ക് തന്നിരുന്നു. ഞങ്ങളുടെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 പേര് ഞങ്ങളുടെ കൂടെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 50 മീറ്റർ മുന്നിലായിട്ട് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളും കൂടി ഗൈഡായിട്ട് നമുക്ക് മുന്നിൽ 50 മീറ്റർ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. ഒരു കാരണവശാലും ആളുടെ അടുത്തേക്ക് എത്തുവാൻ നമ്മൾ ട്രൈ ചെയ്യരുത് എന്ന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും കാടനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഗൈഡുമാർ തരുന്ന നിർദ്ദേശങ്ങൾ നിർബന്ധമായും അനുസരിക്കേണ്ടതാണ്. കറുവപ്പട്ടയാണല്ലേ, കറുവപ്പട്ട കേട്ടോ.
ആ നല്ല മണം, അടിപൊളി, നല്ല സ്മെല്ലല്ലേ. മതി മതി മതി, അടിപൊളി. അതൊക്കെ പുകലേക്ക് നിന്റെ അമ്മ ഇന്നലെ ചോദിച്ച സാധനം ഇവിടെ ഉണ്ട്, കൊടുക്കണോ? നിന്റെ അമ്മ ഇന്നലെ ചോദിച്ച സാധനം ഇവിടെ ഉണ്ട്, കൊടുക്കണോ? ചൂരില് ചൂരില് അടിപൊളി. നമ്മളിപ്പോൾ നടന്ന് പരുവാക്കുളം മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. പരുവാക്കുളം ട്രക്കിംഗ് എന്നാണ് ഈ ട്രക്കിങ്ങിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ മലയുടെ മുകളിൽ എത്താന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഉള്ളത്. ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു ഏരിയയും കൂടി ഉണ്ട്, അവിടേക്കും കൂടി നമ്മൾ പോകും. അപ്പോൾ വരുന്നത് മുഴുവൻ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെയാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു ഓപ്പൺ സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ ദൂരേക്ക് ഇങ്ങനെ ഇത് കാണാം. ആടുമുട്ട എന്നാണ് ഈ മലയുടെ പേര്. നിറയെ പാറകളൊക്കെയുള്ള ഇത് കണ്ടില്ലേ, ആ മലയുടെ പേര്. വളരെ നല്ലൊരു ലാൻഡ്സ്കേപ്പാണ്. അങ്ങോട്ട് നീണ്ട് ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് പോകുന്നത് കാണാം, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ പരുവാക്കുളം മലയുടെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറകിൽ ദൂരെയായിട്ട് ആടുമുട്ടമല, പിന്നെ വേറെ എന്തൊക്കെയോ പേരുകൾ പറയും. നമ്മുടെ അംഗങ്ങളിങ്ങനെ പതുക്കെ തന്നെ കയറി വരുന്നുണ്ട്. വ്യൂ ഗംഭീര വ്യൂ ആണ്, നല്ലൊരു ലാൻഡ്സ്കേപ്പ്. ശീലട്ടാ, നല്ല കയറ്റാണ്. കുറച്ചുകൂടി ഉണ്ട്, ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരുവാക്കുളം മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. സൈലന്റ് വാലിയിലെ ടോപ്പ് സൈഡ് പരുവാക്കുളം ട്രക്കിങ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. പരുവാക്കുളം ട്രക്കിങ് കഴിഞ്ഞു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടെയാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. വന്ന വഴി കൂടെ തന്നെയാണ് പോകുന്നത്. പുറകിൽ ആടുകുമ്പ, പിന്നെ ആടുമുടി, അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന ഒരു മല നമുക്ക് കാണാം. നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ താഴത്തേക്ക് നമ്മൾ ഇറങ്ങും. കല്ലും പുല്ലും ചവിട്ടി ചെറുപുഴയും നീർച്ചാലുകളും കടന്ന് കാടമ്മയുടെ ചിരിയും വന്യതയും കണ്ട് ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന ഐതിഹ്യങ്ങളെയും ചരിത്രത്തെയും മനസ്സിലാക്കി ആദരവോടെ ഞങ്ങൾ ഈ ട്രക്കിംഗ് പൂർത്തിയാക്കുന്നു. ഇവിടെ വരുവാനും
സൈലൻറ്റ് വാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിളിച്ചന്വേഷിക്കുന്നതിനുമുള്ള ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. താല്പര്യമുള്ളവർക്ക് നോക്കാം. നന്ദി. അങ്ങനെ നമ്മുടെ പരുവാക്കുളം ട്രക്കിങ് ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ നല്ല കയറ്റങ്ങളൊക്കെ ഉണ്ട്. കയറ്റം കയറിയിട്ടൊക്കെ വേണം മുകളിലേക്ക് എത്താനായിട്ട്. അപ്പ് ആൻഡ് ഡൗൺ 12 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ട്. ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അതേ 3 മണിയുടെ അടുത്തായി. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ, മീൻസ് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു ടൈം ആവുന്നുണ്ട്. വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നല്ല കയറ്റങ്ങളൊക്കെ കയറി മുകളിലെത്തുമ്പോൾ ഫുള്ള് എന്താ പറയുക, ഒരു പുൽത്തകിടിയാണ്. വലിയൊരു കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എത്തുക. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നവർക്ക്, പന്തന്തോട് ക്യാമ്പ് ചെയ്യുന്നവർക്കാണ് ഈ ട്രക്കിങ് കിട്ടുള്ളൂ. ക്യാമ്പ് ചെയ്യണതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു നല്ല അനുഭവം നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ടൈഗറിന്റെ കാഷ്ടട്ടാ നല്ല ഇത് വല്ലാണ്ട് പഴക്കില്ലല്ലോ. വല്ലാണ്ട് പഴക്കില്ല കേട്ടോ. അടിപൊളി. ഇത് ഒരുപാട് വലുതാട്ടോ. അത് പറഞ്ഞില്ലേ മിഞ്ഞാന്ന് പിടിച്ച വലിയ ഒരു കോലെടുത്ത്. ഇത് ടൈഗറിന്റെ നനവുണ്ടോ? നനവുണ്ട്. ഔട്ട് സൈഡ് മാത്രം ട്രൈ ചെയ്തിട്ടുള്ള. അതെ, ടൈഗർ നല്ല സൈസുള്ള ടൈഗർ കേട്ടാ. സീരിയസ്ലി പറയാം. എല്ലുണ്ടോ? ആ അതെ, എല്ലിട്ടാ. എല്ല് അങ്ങനെ നമ്മള് പരുവാക്കുളം ട്രക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമ്പ് ഷെഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്യാമ്പ് ഷെഡ് പന്തന്തോട് എന്ന സ്ഥലം. പന്തന്തോട് ക്യാമ്പ് ഷെഡാണ്. പാണ്ഡവൻകാട് എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ അത് ലോപിച്ച് പന്തന്തോടായതാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഷെഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഇന്നത്തെ ട്രക്കിംഗ് ഫിനിഷ് ചെയ്തിരിക്കുന്നു.